ഹലോ, അപ്പോൾ നമ്മളിന്ന് അനാട്ടമി ഓഫ് നോസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോസിൻ്റെ ഒരു ബേസോ ഒരു സംഭവം ഒന്നും അറിഞ്ഞൂടെങ്കിലും കുഴപ്പമില്ല. ഈ വീഡിയോ കഴിയുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോസ് നോസ് വന്നിട്ട് എക്സ്റ്റേണൽ നോസുണ്ട്, ഇൻറ്റേർണൽ നോസുണ്ട്. എക്സ്റ്റേണൽ നോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഫേസ് കാണാൻ പറ്റില്ലേ, നമ്മുടെ എക്സ്റ്റേണൽ നോസ്, അതാണ് എക്സ്റ്റേണൽ നോസ്. ഇൻറ്റേർണൽ നോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എയർ ട്രക്കി വഴി അങ്ങ് ലങ്സിലെത്തണ്ടേ, ആ ഒരു പാത്താണ് ഇൻറ്റേർണൽ നോസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്റ്റേണൽ നോസിൻ്റെ അനാട്ടമി നോക്കാം. അപ്പോൾ ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും ഞാനതിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ എക്സ്റ്റേണൽ നോസ് ഉണ്ടല്ലോ, അതിന് ബോണി പാർട്ടുണ്ട്, കാർട്ടിലേജിനസ് പാർട്ടുണ്ട്. അതായത് എക്സ്റ്റേണൽ നോസ് ഉണ്ടായിരിക്കുന്നത് ബോൺ വെച്ചിട്ടും കാർട്ടിലേജ് വെച്ചിട്ടുമാണ്. അപ്പോൾ ഈ പടം കാണുമ്പം ഇതിലെ ഗ്രേ കളർ സംഭവങ്ങളാണ് കാർട്ടിലേജ്. ഓക്കെ, ഇത് ബോണ്. അപ്പം ഞാൻ ഏതും തുടങ്ങാം, ബോണിയും തുടങ്ങാവേ. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഏത് ബോണാണ്? ഫ്രോണ്ടൽ ബോണാണ്. സോ ഈ ഫ്രോണ്ടൽ ബോണിൻ്റെ ഈ പാർട്ടിനെ നമ്മൾ നേസൽ പ്രോസസ് ഓഫ് ഫ്രോണ്ടൽ ബോൺ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഈ സംഭവം നേസൽ ബോൺ എന്നാണ് പറയുന്നത്. എന്താണ് നേസൽ ബോൺ? അപ്പോൾ ഈ ഫ്രോണ്ടൽ ബോണിൻ്റെ നേസൽ പ്രോസസ്സ് നേസൽ ബോൺ. പിന്നെ നമ്മുടെ ഇവിടെ ഇത്രയും വലിയ ബോൺ ഉണ്ടല്ലേ, ഈ ബോൺ ഇതാണ് മാക്സില. ഓക്കെ, സോ മാക്സിലയാണിത്. അപ്പം ഈ മാക്സിലയുടെ ഫ്രോണ്ടൽ പ്രോസസ്സ്. സോ ഈ 3 ബോൺ ചേർന്നിട്ടാണ് നമ്മുടെ നോസിൻ്റെ ബോണി പാർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫ്രോണ്ടലിൻ്റെ നേസൽ പ്രോസസ്സ്, 2 നേസൽ ബോണ്, 3 ഈ ഫ്രോണ്ടൽ പ്രോസസ്സ് ഓഫ് മാക്സില്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാർട്ടിലേജ് നോക്കാവേ. കാർട്ടിലേജ്. ഓക്കെ, ഇത് ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതാണ് നമ്മുടെ മേജർ കാർട്ടിലേജ്. ഇത് ലാറ്ററൽ നേസൽ കാർട്ടിലേജ്, മേജർ അല്ല, അതായത് നമ്മുടെ ലാറ്ററൽ നേസൽ കാർട്ടിലേജ് ആണ്. ഇത് ലാറ്ററൽ ഇരിക്കുന്നതുകൊണ്ടാണ് ലാറ്ററൽ നേസൽ കാർട്ടിലേജ്. ഇത് 2 ഉണ്ട്. ഇത് ഇപ്പം നമ്മുടെ സൈഡ് സെക്ഷൻ ആണല്ലോ, അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇത് വന്നിട്ട് മേജർ അലാർ കാർട്ടിലേജ് ആണ്, ഇത് മൈനർ അലാർ കാർട്ടിലേജ് ആണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലാറ്ററൽ നേസൽ കാർട്ടിലേജിൻ്റെ നടുക്ക് ഇവിടെ സെപ്റ്റൽ കാർട്ടിലേജും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫൈബ്രോ ഫാറ്റി ടിഷ്യൂ, അതിൻ്റെ പടം പല രീതിയിൽ ഉള്ളതാണ്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെന്താണ്? നേസൽ ബോണാണ്. ഇവിടെ എന്താണ്? നമ്മുടെ മാക്സിലേൻ്റെ ഫ്രോണ്ടൽ പ്രോസസ്സ്. ഇവിടെ ഇതെന്താണ്? നേസൽ പ്രോസസ് ഓഫ് ദ ഫ്രോണ്ടൽ ബോൺ. ഓക്കെ, ഇതേത് കാർട്ടിലേജാണ്? ലാറ്ററൽ നേസൽ കാർട്ടിലേജ്. ഇത് മേജർ കാർട്ടിലേജ്, മൈനർ കാർട്ടിലേജ്. ഇവിടെ എന്തുണ്ട്? ഈ സംഭവം എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞ സെപ്റ്റൽ കാർട്ടിലേജ്. ഇതുണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കിടന്നിട്ടുള്ള ഒരു വിഷനാണ്. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മേജർ കാർട്ടിലേജ് ആണിത്. അപ്പം മേജർ കാർട്ടിലേജിന് ഇവിടെ ഇതാണ് മീഡിയൽ ഒരു സൈഡും ഉണ്ട്, ലാറ്ററൽ സൈഡും ഉണ്ട്. വീണ്ടും ഞാൻ ആ പടം ഒന്നുകൂടെ ഇട്ടിരിക്കുന്നതാണ് മനസ്സിലാക്കാനായിട്ട്. നേസൽ ബോണ്, മാക്സില്ല, പിന്നെ സെപ്റ്റൽ കാർട്ടിലേജ്, സെപ്റ്റൽ കാർട്ടിലേജ്, ലാറ്ററൽ കാർട്ടിലേജ്, മേജർ കാർട്ടിലേജ്, അതിൻ്റെ തന്നെ ലാറ്ററൽ ആൻഡ് മീഡിയൽ ക്രൂരാവൊക്കെ. പിന്നെ ഇവിടെ ഒരു സംഭവം, അത് ആൻറ്റീരിയർ നേസൽ സ്പൈൻ ഓഫ്, അത് മാക്സിലേൻ്റെ ഒരു ഇച്ചിരി കൂർത്തിരിക്കുന്ന സ്ഥലമാണ് ആൻറ്റീരിയർ നേസൽ സ്പൈൻ. ഇത്രയുമാണ് നമ്മുടെ എക്സ്റ്റേണൽ നോസ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഈസിയാണ്. ബോഡി പാർട്ട്, കാർട്ടിലേജിനസ് പാർട്ട്, ഏതൊക്കെയാണ് ബോഡി പാർട്ടെന്ന് ഓർത്തിരിക്കുക, ഏതൊക്കെയാണ് കാർട്ടിലേജിനസ് പാർട്ടെന്ന് ഓർത്തിരിക്കുക. ഇനിയാണ് നമ്മൾ മെയിൻ സംഭവത്തിലോട്ട് കടക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ ഇൻറ്റേർണൽ നോസ്. സോ ഇൻറ്റേർണൽ നോസ് നമുക്ക് ഇൻറ്റേർണൽ നോസ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നേസൽ ക്യാവിറ്റീസ്. ഓക്കെ, ബൈ നേസൽ സെപ്റ്റം. നേസൽ സെപ്റ്റം വന്നിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ക്യാവിറ്റീസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വന്നിട്ട് എന്താണ്, പിന്നെ ലൈക്ക് കോങ്കയൊക്കെ കഴിഞ്ഞിട്ടാണത് ഒന്നാവുന്നത്. അപ്പോൾ നമുക്ക് ഈ നേസൽ ഇൻസൈഡ് ഓഫ് ദ നോസ് പഠിക്കണമല്ലോ, അപ്പോൾ കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഓരോ ടേംസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാൻ. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വെസ്റ്റിബ്യൂൾ എന്താണെന്നാണ്. അപ്പോൾ വെസ്റ്റിബ്യൂൾ ഓഫ് നോസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ മൂക്കിൻ്റെ അകത്ത് കൈ ഇടുമല്ലോ, അതായത് കൈ ഇടുന്ന ആ ഒരു പോർഷൻ, അതാണ് വെസ്റ്റിബ്യൂൾ ഓഫ് നോസ്. അതായത് നമുക്ക് നോക്കുമ്പം ഈ സ്കിന്നുള്ളതും പിന്നെ ഹെയർ ഫോളിക്കിൾസ്, ഹെയർ, സെബേഷ്യസ് ഗ്ലാൻസ് ഒക്കെയാണ് വെസ്റ്റിബ്യൂൾ ഓഫ് നോസ്. ഈ പോർഷൻ കണ്ടോ, ഹെയർ കണ്ടോ, ഇതാണ് വെസ്റ്റിബ്യൂള്. ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പം ഇവിടെ സ്കിന്നോ ഹെയറോ കാര്യങ്ങളൊന്നുമില്ല, ഈ ജസ്റ്റ് ഔട്ടർ വശം ഉണ്ടല്ലോ, ഇതാണ് വെസ്റ്റിബ്യൂള്. അപ്പോൾ വെസ്റ്റിബ്യൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് നേസൽ വാൽവ് എന്നുള്ളതാണ്. ഓക്കെ, നേസൽ വാൽവ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 നേസൽ വാൽവ് ഉണ്ട്. ഇൻറ്റേർണൽ നേസൽ വാൽവ് ഉണ്ട്, എക്സ്റ്റേർണൽ നേസൽ വാൽവ് ഉണ്ട്.
അതായത് ഇപ്പം നമ്മൾ ഇതൊരാളുടെ മുഖമാണെന്ന് വിചാരിച്ചോ. അപ്പം ഇത് മൂക്ക്, മൂക്കിൻ്റെ ഇതാണ് സെപ്റ്റം. ഇതെന്താണ് ലാറ്ററൽ കാർട്ടിലേജ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നമുക്കറിയാമല്ലോ, മൂക്ക് ഇങ്ങനെയാണല്ലോ പോകുന്നത്, നാരോ ആയിട്ടാണല്ലോ പോകുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഈ ഒരു ഇവിടെ എന്ന് പറയുമ്പം നാരോവസ്റ്റ് ആവും അല്ലേ, ഇവിടെ എന്ന് പറയുമ്പം വൈഡസ്റ്റ് ആണ്. ഇങ്ങോട്ട് പോകുമ്പം ഇതിങ്ങനെ ചുരുങ്ങി വരുമല്ലോ. അപ്പോൾ ഈ നാരോസ്റ്റ് ഈ പോർഷനെയാണ് നമ്മൾ ഇൻറ്റേർണൽ നേസൽ വാൽവ് എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണൽ നേസൽ വാൽവ്. നമ്മളിങ്ങനെ ഇപ്പം ടെക്സ്റ്റ് വായിക്കുമ്പം ജസ്റ്റ് നേസൽ വാൽവ് എന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് ഇൻറ്റേർണൽ നേസൽ വാൽവിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇൻറ്റേർണൽ നേസൽ വാൽവും എക്സ്റ്റേണൽ നേസൽ വാൽവും ക്ലിയർ ആയെന്ന് തോന്നുന്നു. അടുത്ത് നമ്മൾ നേസൽ ക്യാവിറ്റി പ്രോപ്പറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഒന്നുകൂടെ ഞാൻ പറയാം, ഇതാണ് നമ്മുടെ നോസിൻ്റെ ക്രോസ് സെക്ഷൻ. ഇൻറ്റേർണൽ നോസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇത് വെസ്റ്റിബ്യൂളാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നാരോസ്റ്റ് പോർഷൻ നമ്മൾ നേസൽ വാൽവ് എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതാണ് നേസൽ ക്യാവിറ്റി പ്രോപ്പർ. അപ്പം അതിന് വേണ്ടി നമ്മൾ ലാറ്ററൽ വാൾ അറിഞ്ഞിരിക്കണം, നോസിൻ്റെ മീഡിയൽ വാൾ അറിഞ്ഞിരിക്കണം. സോ ഇപ്പം ലാറ്ററൽ വാളാണ് പഠിക്കാൻ പോകുന്നത്. ഈ ലാറ്ററൽ വാൾ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇത് ക്രോസ് സെക്ഷനാണ്, ഇത് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് നടുക്കൊന്ന് കറക്റ്റ് ഹാഫ് ആക്കുമ്പം എന്തോ കാണാൻ പറ്റും, നമുക്ക് നേസൽ സെപ്റ്റം കാണാൻ പറ്റും. ഈ നേസൽ സെപ്റ്റം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയുവേ. അപ്പോൾ നേസൽ സെപ്റ്റം കാണാൻ പറ്റും. അപ്പോൾ ആ നേസൽ സെപ്റ്റത്തിന് കൂടെ എടുത്ത് കളയുമ്പോൾ ഉണ്ടല്ലോ, നേസൽ സെപ്റ്റത്തിന് കൂടെ എടുത്ത് കളയുമ്പം കാണാൻ പറ്റുന്നതാണ് അപ്പുറത്തെ വശം ലാറ്ററൽ വാൾ. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലാറ്ററൽ വാൾ പഠിക്കുമ്പോൾ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കോൺകെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ലാറ്ററൽ വാളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം കോൺകെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, മിയാറ്റസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം കോൺക എന്ന് പറഞ്ഞാൽ ഒരു ബോണി പ്രൊജക്ഷനാണ് കോൺകെ. അതിനെ തന്നെ നമ്മൾ ടർബിനേറ്റ് എന്ന് പറയും. മിയാറ്റസിസ് എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നാണ് അർത്ഥം. ഓരോ ബോണി പ്രൊജക്ഷൻ്റെ അടിയിലാണ് മിയാറ്റസിസ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ്, ഇത് ഫേസിൻ്റെ നമ്മുടെ നോസിൻ്റെ ക്രോസ് സെക്ഷനാണ്. നമ്മളൊരു ഫേസിന് കറക്റ്റായിട്ട് അതായത് ഒരു ഹെഡിനെ കറക്റ്റായിട്ട് ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പം നമുക്ക് ആ നേസൽ സെപ്റ്റം കൂടെ കിട്ടും. ആ സെപ്റ്റത്തിനും കൂടെ എടുത്ത് കളയുമ്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഭാഗം ലാറ്ററൽ വാൾ. ഓക്കെ, ഇനി ലാറ്ററൽ വാൾ നന്നായിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞ 2 ടേംസ് ഓർമ്മയുണ്ടല്ലോ, കോൺകെ അല്ലെങ്കിൽ കോൺകെയുടെ വേറെ പേര് ടർബിനേറ്റ്, അടിയിലുള്ളത് മിയാറ്റസിസ്. അപ്പോൾ 3 ടർബിനേറ്റ് ആണ് ഉള്ളത്. സുപ്പീരിയർ ടർബിനേറ്റ്, മിഡിൽ ടർബിനേറ്റ്, ഇൻഫീരിയർ ടർബിനേറ്റ്. അപ്പോൾ ഇവിടെയുള്ള മിയാറ്റസിൻ്റെ പേര് സുപ്പീരിയർ മിയാറ്റസ്, ഇത് മിഡിൽ മിയാറ്റസ്, ഇത് ഇൻഫീരിയർ മിയാറ്റസ്. ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ അറിയേണ്ടത് ഈ സുപ്പീരിയർ ടർബിനേറ്റും മിഡിൽ ടർബിനേറ്റും ഇവരൊരുമിച്ചാണ്. ഈ ഇൻഫീരിയർ ടർബിനേറ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോണാണ്. ഇത്രയും മനസ്സിലാക്കണം. ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് പഠിക്കും ലാറ്ററൽ വാളിൻ്റെ. അപ്പം ഓരോ സൈനസസ് ഓരോ സ്ഥലത്ത് ഓപ്പൺ അപ്പ് ആവും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം സൈനസസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സോ സൈനസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഈ സ്കള്ളിൻ്റെ അകത്തുള്ള കുഞ്ഞു കുഞ്ഞു പോക്കറ്റ്സ്, എയർ പോക്കറ്റ്സ് എന്ന് പറയാം. അപ്പം ബോൺ ഭയങ്കര ഡെൻസറാണ്. അപ്പം നമ്മുടെ ആ ഒരു ബോണിൻ്റെ ഒരു ഡെൻസിറ്റി കുറയ്ക്കാനും പിന്നെ ബേസിക്കലി നമ്മുടെ ഈ ശ്വസിക്കുന്ന എയർ ഉണ്ടല്ലോ അതിനെ നമുക്ക് ഹ്യൂമിഡിഫൈ ചെയ്യാനൊക്കെ മ്യൂക്കസ് വേണം. അപ്പോൾ ഈ മ്യൂക്കസൊക്കെ ഇവിടെയും സെക്രേറ്റഡ് ആവും. അപ്പോൾ ഈ മ്യൂക്കസൊക്കെ സെക്രേറ്റഡായി ഡ്രെയിൻ ചെയ്യാനും ഇതിനൊക്കെയാണ് നമ്മുടെ സൈനസ് ഉള്ളത്. അപ്പോൾ സൈനസസ് 4 സൈനസാണ് നമുക്കുള്ളത് പഠിക്കാനായിട്ട്. ഫ്രോണ്ടൽ, സ്പീനോയിഡ്, എത്മോയിഡൽ, മാക്സിലറി. ഈ എത്മോയിഡൽ തന്നെ വീണ്ടും ആൻറ്റീരിയർ, മിഡിൽ, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൻറ്റീരിയർ സെൽസ്, മിഡിൽ സെൽസ്, പോസ്റ്റീരിയർ സെൽസ്. ഞാൻ അടുത്ത പടം കാണിച്ചു തരാം. ഇതാണ് ഫ്രോണ്ടൽ സൈനസ്. ഓഫ് കോഴ്സ് ഇത് വന്നിട്ട് മാക്സിലറി സൈനസ്. ഇത് കൺഫ്യൂഷൻ കാണത്തില്ല. അത് കഴിഞ്ഞ് എത്മോയിഡലുണ്ട്, സ്പീനോയിഡുണ്ട്. നമ്മുടെ ഈ ഓർബിറ്റത്തെ ഒരു ബിഹൈൻഡിലോട്ടായിട്ടായിരിക്കും അകത്തോട്ടാണ് സ്പീനോയിഡ് ഉള്ളത്. എത്മോയിഡ് എന്ന് പറയുമ്പം ഈ ഫ്രോണ്ടലിൻ്റെയും സ്പീനോയിഡിൻ്റെയും ഇടയ്ക്ക്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ സൈനസും വന്നിട്ട് ഒറ്റ സംഭവമായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ എത്മോയിഡലിന് നമ്മൾ ഇങ്ങനെ കാര്യം ഒരു എയർ പോക്കറ്റ്സ്, എയർ സെൽസ് പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് വേറൊരു പടം ഞാൻ കണ്ടോ,
അതായത് ഇത് ഫ്രോണ്ടലാണ്, ഇത് സ്പീനോയിഡ്, മാക്സിലറി, ഇത് വന്നിട്ട് എത്മോയിഡ്. ഇത്രയും മനസ്സിലാക്കിയിരിക്കണം. ഇത് അതിൻ്റെ തന്നെ വേറൊരു വെർഷനാണ്. അപ്പോൾ ഈ സൈനസിൻ്റെ ജോലി എന്താണ് ഞാൻ പറഞ്ഞ മ്യൂക്കസ് പ്രൊഡക്ഷനാണ് കാര്യങ്ങൾ. ആൻഡ് ഇതെല്ലാം ഇങ്ങോട്ട് ഡ്രെയിൻ ചെയ്യും. ഇതെല്ലാം നമ്മുടെ മൂക്കിലോട്ടാണ് ഡ്രെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഏതൊക്കെ സൈനസസ് എവിടെയൊക്കെ ഡ്രെയിൻ ചെയ്യുന്നതെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു സൈനസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഒരു സൈനസ് എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്തതെന്നാണ് അറിയേണ്ടത്. അപ്പം ഈ പടത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഇത് സ്പീനോയിഡ് സൈനസ് ആണെന്നറിയാം, പിന്നെ ഇത് ഫ്രോണ്ടൽ സൈനസ് ആണെന്നറിയാം, ഇത് എത്മോയിഡൽ എയർ സെൽസ്, അതായത് എത്മോയിഡൽ സൈനസിൻ്റെ തന്നെ ആൻറ്റീരിയർ, മിഡിൽ, പോസ്റ്റീരിയർ. ഇത് ഓരോ ടർബിനേറ്റ്സ് ആണ്. ഓരോ ടർബിനേറ്റ്സിൻ്റെ അടിയിൽ ഓരോ മിയാറ്റസസ് ഉണ്ട്. അപ്പോൾ ആദ്യം സ്പീനോയിഡ് സൈനസ് നിന്ന് തുടങ്ങും. ഈ സ്പീനോയിഡ് സൈനസ് വന്നിട്ട് ഇവിടെ സ്പീനോയിഡ് എത്മോയിഡ് റീസസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങോട്ടാണ് സ്പീനോയിഡ് സൈനസ് വന്നിട്ട് ഡ്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റീരിയർ എത്മോയിഡൽ എയർ സെൽസ് ഉണ്ട്. ഈ പോസ്റ്റീരിയർ എത്മോയിഡൽ എയർ സെൽസ് എങ്ങോട്ടായിരിക്കും? പടം കാണുമ്പോൾ മനസ്സിലാവും, സുപ്പീരിയർ മിയാറ്റസിലോട്ടായിരിക്കും. ഇനി മിഡിലും ആൻറ്റീരിയറും മിഡിൽ മിയാറ്റസിലോട്ടും ഫ്രോണ്ടലും മിഡിൽ മിയാറ്റസിലോട്ടാണ്. അപ്പോൾ ഇൻഫീരിയർ മിയാറ്റസിലോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേസോ ലാക്രിമൽ ഡക്റ്റ്, കണ്ണിന്ന് വരുന്ന കണ്ണുനീരിൻ്റെ ആ ഡക്റ്റ്, അതാണ് ഇൻഫീരിയറിലൊന്ന് ഓപ്പൺ അപ്പ് ആവുന്നത്. ഇത്രയും ബേസാണ്. സ്പീനോ എത്മോയിഡൽ റേസസ് ആണ്. പോസ്റ്റീരിയർ വന്നിട്ട് സുപ്പീരിയർ മിയാറ്റസ്, മിഡിൽ ആൻറ്റീരിയർ, ഫ്രോണ്ടൽ വന്നിട്ട് മിഡിൽ മിയാറ്റസ്. ഇനി അതിൽ മിഡിൽ മിയാറ്റസിൻ്റെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ടേംസാണ് ഈ ബുള്ള എത്മോയിഡാലിസും ഹയാറ്റസ് സെമി ല്യൂണാരിസും. അപ്പം ഞാൻ എന്താണ് ഈ ബുള്ള എത്മോയിഡാലിസ് എന്ന് പറയാം? വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ മിഡിൽ എത്മോയിഡൽ എയർ സെൽസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇത് കഴിഞ്ഞു. അതായത് സ്പീനോയിഡ് എയർ സെൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ പോസ്റ്റീരിയർ എത്മോയിഡൽ സെൽസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അതായത് എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യും. ഇപ്പം മിഡിൽ ഈ എത്മോയിഡൽ എയർ സെൽസ് ഡ്രെയിൻ ആവുന്നതിൻ്റെ അവിടെ ഒരു ബോണി പ്രൊജക്ഷൻ ഉണ്ട്, ഒരു ചെറിയൊരു എലിവേഷൻ തള്ളി നിൽക്കുന്ന ആ സംഭവമാണ് ഈ ബുള്ള എത്മോയിഡാലിസ്. അതായത് ബുള്ള എത്മോയിഡാലിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ മിഡിൽ എത്മോയിഡൽ എയർ സെൽസ് ഓപ്പൺ അപ്പ് ആവില്ല, അതിൻ്റെ അവിടെയുള്ള ഒരു ചെറിയൊരു പ്രൊജക്ഷൻ, അതാണ് ഈ ബുള്ള എത്മോയിഡാലിസ്. ഈ ബുള്ള എത്മോയിഡാലിസിൻ്റെ അടിയിലൊരു ഗ്രൂവ് ഉണ്ട്, ഇങ്ങനൊരു ഗ്രൂവ്. ആ ഗ്രൂവിനെയാണ് നമ്മൾ ഹയാറ്റസ് സെമി ല്യൂണാരിസ് എന്ന് പറയുന്നത്. ഈ ഹയാറ്റസ് സെമി ല്യൂണാരിസിലാണ് നമ്മുടെ ബാക്കി സൈനസ് എല്ലാം വന്ന് ഡ്രെയിൻ ആവുന്നത്. ഏതൊക്കെയാണ്? മാക്സിലറി എയർ സൈനസ്. നമ്മുടെ പടത്തിൽ നമുക്ക് മാക്സിലറി എയർ സെൽസ് കാണിക്കാൻ പറ്റില്ല, ഇവിടെ ഉണ്ട് സംഭവം. അപ്പോൾ ഈ മാക്സിലറി എയർ സെൽസ് ഇവിടെ ഈ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ഹയാറ്റസ് സെമി ല്യൂണാരിസ്. പിന്നെ നമ്മുടെ പോസ്റ്റീരിയർ എത്മോയിഡൽ എയർ സെൽസിൻ്റെ പോസ്റ്റീരിയർ ഞാൻ പറഞ്ഞു, മിഡിൽ ഞാൻ പറഞ്ഞു. അപ്പം ബാക്കിയുള്ള ഏതാണ്? ആൻറ്റീരിയർ. പിന്നെ നമ്മുടെ ഫ്രോണ്ടൽ സൈനസിൻ്റെ എയർ സൈനസ് ഓപ്പൺ അപ്പ് ആവുന്നത്. ഇതാണ് മിഡിൽ മിയാറ്റസിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ്. അപ്പോൾ ഈസിയാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ബുള്ള എത്മോയിഡാലിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊജക്ഷൻ, അതിൻ്റെ അടിയിൽ എന്താണ്? മിഡിൽ എത്മോയിഡൽ എയർ സെൽസ്. ഈ ബുള്ള എത്മോയിഡാലിസിൻ്റെ അടിയിൽ എന്തുണ്ട്? ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിലാണ് ബാക്കിയുള്ള 3 സാധനങ്ങൾ വരുന്നത്. ഏതൊക്കെയാണ് ആ 3 സാധനങ്ങൾ? നമ്മൾ ഫിഗറിൽ കാണാൻ പറ്റാത്ത നമ്മുടെ മാക്സിലറി സൈനസ് ഡ്രെയിൻ ചെയ്യും അവിടെ. പിന്നെ നമ്മുടെ പറയാതെ ആൻറ്റീരിയർ എത്മോയിഡൽ എയർ സെൽസ്, പിന്നെ നമ്മുടെ ഫ്രോണ്ടൽ എയർ സൈനസ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഓപ്പണിംഗ് ഓഫ് നേസോ ലാക്രിമൽ ഡക്റ്റ്. ഇതാണ് നേസോ ലാക്രിമൽ ഡക്റ്റ്. ഈ നേസോ ലാക്രിമൽ ഡക്റ്റ് വന്നിട്ട് ഓപ്പൺ അപ്പ് ആവുന്നത് നമ്മുടെ ഇൻഫീരിയർ മിയാറ്റസ് ആണ്. ഇത് നമ്മുടെ പടമാണ്, അതായത് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു പടം. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈസിയാണ്. സോ ബേസിക്കലി വേറെ ഒന്നുമില്ല. ഞാൻ സ്പീഡിലൊന്നുകൂടെ പറയാം. ലാറ്ററൽ വോൾ, നമ്മൾ ടർബിനേറ്റ്സ് കോൺകേവ് മിയാറ്റസ്, സുപ്പീരിയർ ടർബിനേറ്റ്, മിഡിൽ ടർബിനേറ്റ്, ഇൻഫീരിയർ ടർബിനേറ്റ്, സുപ്പീരിയർ മിയാറ്റസ്, മിഡിൽ മിയാറ്റസ്, ഇൻഫീരിയർ മിയാറ്റസ്. 4 സൈനസ് ഉണ്ട്. ഫ്രോണ്ടൽ സൈനസ്, പിന്നെ സ്പീനോയിഡ് സൈനസ്, മാക്സിലറി സൈനസ്, പിന്നെ ഇവിടെ എന്താണ് മാക്സിലറി സൈനസ് അടിയിൽ, ഫ്രോണ്ടൽ, മാക്സിലറി, സ്പീനോയിഡ്, എത്മോയിഡൽ. ഇതുകൊണ്ട് ഫ്രോണ്ടൽ, എത്മോയിഡൽ, സ്പീനോയിഡ്, മാക്സിലറി, ഇതെല്ലാം മൂക്കിലോട്ടാണ് ഡ്രെയിൻ ആവുന്നത്. ഇനി ഓരോന്ന് എങ്ങോട്ട് ഡ്രെയിൻ ആവണമെന്ന് നിങ്ങൾ പെട്ടെന്ന് പറയണം. സ്പീനോയിഡ് ആണെങ്കിൽ എങ്ങോട്ട് ഡ്രെയിൻ ആവും? ഞാൻ പറഞ്ഞു സ്പീനോ എത്മോയിഡൽ റീസസ്, അത് ഇവിടുത്തെ റീസസ് ആണ്. പോസ്റ്റീരിയർ ആണെങ്കിൽ എങ്ങോട്ട്
പോസ്റ്റീരിയർ എത്മോയിഡൽ എയർ സെൽസ് എങ്ങോട്ടെന്നാണ് ഞാൻ പറഞ്ഞത്? സുപ്പീരിയർ മിയാറ്റസ്. ഇനി മിഡിൽ എത്മോയിഡൽ എയർ സെൽസ് എവിടെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബോണി പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷനാണ് ബുള്ള എത്മോയിഡാലിസ്. ഇനി ഈ ബുള്ള എത്മോയിഡാലിസിൻ്റെ അടിയിൽ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു? ഹയാറ്റസ് സെമിലൂണാരിസ്. ഈ ഹയാറ്റസ് സെമിലൂണാരിസിൽ എന്തൊക്കെ വരും ഞാൻ പറഞ്ഞു? പോസ്റ്റീരിയർ ആണെങ്കിൽ മാക്സിലറി സൈനസ്, മിഡിലാണെങ്കിൽ ആൻറ്റീരിയർ എത്മോയിഡൽ എയർ സെൽസ്, ഇനി ആൻറ്റീരിയറിലാണെങ്കിൽ ഫ്രോണ്ടൽ സൈനസ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ തന്നെ വിശ്രാം സിംഗിൽ തന്നെ ഉള്ളൊരു ബോക്സാണ്. ഓക്കെ, ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ ലാറ്ററൽ വോൾ കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാറ്ററൽ വോൾ ഓഫ് ദ നോസ് ആണ് പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പഠിക്കും? നേസൽ സെപ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നേസൽ സെപ്റ്റത്തിന് 3 പാർട്സ് ഉണ്ട്. അപ്പം 3 പാർട്സ്, അതിനൊരു പടം കാണുമ്പോൾ മനസ്സിലാവേ. ഇതാണ് കോളുമെല്ലാർ സെപ്റ്റം. ഇതാണ് കോളുമെല്ലാർ സെപ്റ്റം. ഇത് കാർട്ടിലേജിനസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇതാണ് മെംബ്രേനിയസ് സെപ്റ്റം. നമ്മൾ ഈ മൂക്കിനെ പിടിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയൊക്കെ ആക്കത്തില്ലേ, അത് ഈ കോളുമെല്ലാർ സെപ്റ്റവും മെംബ്രേനിയസ് സെപ്റ്റവും നല്ല മൂവബിളാണ്. പക്ഷെ ഇത് തൊട്ടാണ് നമ്മുടെ മെയിൻ സംഭവം. ഇത് വന്നിട്ട് അങ്ങനെയൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഈ സെപ്റ്റൽ കാർട്ടിലേജ്, സെപ്റ്റം പ്രോപ്പർ. ഇതാണ് സെപ്റ്റം പ്രോപ്പർ. ഇനി ഈ സെപ്റ്റം പ്രോപ്പർ ഉണ്ടാക്കിയിരിക്കുന്ന 3 സാധനങ്ങളാണ് സെപ്റ്റൽ കാർട്ടിലേജ്, പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് എത്മോയിഡ്, പിന്നെ വോമർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ടും എന്താണ്? ബോണാണ്. ഇത് വന്നിട്ട് കാർട്ടിലേജ് ആണ്. വേറെ ഒന്നുമില്ല, കോളുമെല്ലാർ സെപ്റ്റമാണ് ഈ സാധനം. ഈ ഇതിനുണ്ടല്ലോ, ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് സെപ്റ്റൽ കാർട്ടിലേജിൻ്റെയും കോളുമെല്ലാർ സെപ്റ്റത്തിൻ്റെ ഇടയിൽ കാർട്ടിലേജും ഇല്ല, ഒന്നും ഇല്ലാതെ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അതാണ് മെംബ്രേനിയസ് സെപ്റ്റം. ഈ സെപ്റ്റം പ്രോപ്പർ, സെപ്റ്റൽ കാർട്ടിലേജ്, പിന്നെ എത്മോയിഡ്, വോമർ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത്രയും ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ സെപ്റ്റം ഉണ്ടെന്നും അതിൻ്റെ 3 പാർട്ടുണ്ടെന്നും ഇതൊക്കെയാണ് 3 പാർട്ടെന്നും. ഈ കോളുമെല്ലാർ, മെംബ്രേനിയസ് സെപ്റ്റം, സെപ്റ്റം പ്രോപ്പർ. ഈ സെപ്റ്റം പ്രോപ്പർ 3 സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഇത് രണ്ടും ബോണാണ്, ഇത് സെപ്റ്റൽ കാർട്ടിലേജ് ആണെന്നുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 3D സംഭവം മൊത്തത്തിൽ കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ലോഡായി വന്നോട്ടെ. ഓക്കെ, ഇതുണ്ടോ? ഇതാണ് നമ്മുടെ മൂക്ക്. നമ്മളിപ്പോൾ മൂക്കിൻ്റെ എന്താണ് പഠിക്കാൻ പോകുന്നത്? മൂക്കിൻ്റെ നേസൽ സെപ്റ്റം. ഇതെന്താണ്? മേജർ അലർ കാർട്ടിലേജ്, ലാറ്ററൽ നേസൽ കാർട്ടിലേജ് ആണ്. ഇതാണ് മേജർ സാധനം. ഇതൊക്കെ ഞാൻ മാറ്റിയേ, ഇത് ഞാൻ മാറ്റി. അയ്യോ, ഈ സാധനം മാറ്റി. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി ഇതുണ്ടോ? ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ല, 2 ലാറ്ററൽ നേസൽ കാർട്ടിലേജിൻ്റെ ഇടയിലുള്ള സാധനം. ഇതാണ് സെപ്റ്റൽ കാർട്ടിലേജ്. കണ്ട, ഇതാണ് സെപ്റ്റൽ കാർട്ടിലേജ്. ഈ സെപ്റ്റൽ കാർട്ടിലേജിൻ്റെ ഇങ്ങോട്ടാണ് ബോണുള്ളത്. അത് ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരാവേ. ഒരു മിനിറ്റ്, ഇതിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി. ഇത് ലാറ്ററൽ നേസൽ കാർട്ടിലേജ് ഞാൻ മാറ്റി, മറ്റേ ഞാൻ മാറ്റി. അപ്പോൾ കണ്ട, ഇതാണ് നമ്മുടെ സെപ്റ്റൽ കാർട്ടിലേജ്. ഇതാണ് സെപ്റ്റൽ കാർട്ടിലേജ്. ഇനി ഞാൻ ബോൺ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇപ്പം ഈ സെപ്റ്റൽ കാർട്ടിലേജിനെ കൂടെ റിമൂവ് ചെയ്ത്, അതാണ് ഈ ഗ്രൂവിലാണ് ഇതാണ് എന്തുള്ളത്, നമ്മൾ ഈ സെപ്റ്റൽ കാർട്ടിലേജ് ഇരിക്കുന്നത്. ഇനി ഈ പിങ്ക് കളർ സാധനം കണ്ട, ഇതാണ് വോമർ. പിന്നെ ഈ മഞ്ഞ മീൻസ് ഇതാണ് എത്മോയിഡൽ പെർപെൻഡിക്കുലർ പ്ലേറ്റ്. ഇത് നേസൽ ബോൺ ഞാൻ പറഞ്ഞത്. ഇത് ഈ ഇതാണ് മാക്സിലേരെ ഒരു ആൻറ്റീരിയർ നേസൽ സ്പൈനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ സാധനം. അപ്പോൾ ഇത് വോമർ, ഇത് എത്മോയിഡ്, പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് എത്മോയിഡ്. ഇത് മാക്സില്ല, ഒന്നും വേണ്ട. നമ്മുടെ സെപ്റ്റത്തിന് ഇത്രയാണ് സംഭവം. അപ്പം ഇതോടെ നേസൽ സെപ്റ്റം മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ ബ്ലഡ് സപ്ലൈ ആണ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ലാറ്ററലിൻ്റെ ബ്ലഡ് സപ്ലൈ ഡിസ്കസ് ചെയ്തില്ല. ലാറ്ററലും ഇതെല്ലാം സെയിം ആർട്ടറീസാണ്. പറയുമ്പോൾ നിങ്ങളൊരു വ്യത്യാസം വരണം, അത്രയേ ഉള്ളൂ. സെപ്റ്റം ആണെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും കൂടെ സെപ്റ്റൽ ബ്രാഞ്ച് എന്ന് പറയണം. മറ്റതാണെങ്കിൽ ലാറ്ററൽ ബ്രാഞ്ചാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇതാണ്, സെയിം ആണ്. ഇനി ഈ ബ്ലഡ് സപ്ലൈയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്റിൽസ് ഏരിയ. ഈ ലിറ്റിൽസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർട്ടറീസ് എല്ലാം കൂടെ കണ്ട ഇങ്ങനെ അനസ്തമോസ് ചെയ്യുന്ന ഏരിയയാണ്. അവിടെയൊക്കെ ഒരു ഇടി കിട്ടി
ഫുൾ ബ്ലഡ് വന്നാൽ അവിടെയൊക്കെ കിട്ടുന്ന ട്രോമ വളരെ വളരെ സീരിയസ് ആണ്. ഓക്കെ, അപ്പം ബ്ലഡ് സപ്ലൈ നോക്കാം. ഇനി ഇതിന് വേറൊരു പ്രത്യേകത എന്തെന്നറിയാമോ? ഈ അനസ്തമോസിസിൽ നമ്മുടെ ഇൻറ്റേർണൽ കാരോട്ടിഡ് ആർട്ടറി ഉണ്ട്, എക്സ്റ്റേർണൽ കാരോട്ടിഡ് ആർട്ടറി ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇൻറ്റേർണൽ കാരോട്ടിഡ് ആർട്ടറിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഒഫ്താൽമിക് ആർട്ടറി. ഈ ഒഫ്താൽമിക് ആർട്ടറിക്ക് വീണ്ടും ഉള്ള കുറേ ബ്രാഞ്ചസിൽ രണ്ടെണ്ണമാണ് ആൻറ്റീരിയർ എത്മോയിഡലും പോസ്റ്റീരിയർ എത്മോയിഡലും. അപ്പോൾ ഈ ആൻറ്റീരിയർ എത്മോയിഡൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പോസ്റ്റീരിയർ എത്മോയിഡൽ ബാക്കിലോട്ടാണ്. അനസ്തമോസിസിൽ ആരില്ല, പോസ്റ്റീരിയർ ഇല്ല, ആൻറ്റീരിയർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താണ്? സ്പീനോയിഡ് ബോൺ അല്ലേ? ഞാൻ പറഞ്ഞു സ്പീനോയിഡ് സൈനസ്, സ്പീനോയിഡ്. ഇതിൻ്റെ ഇവിടെ കൂടെ വരുന്ന ഒരു സംഭവമാണ് സ്പീനോ പാലറ്റൻ ആർട്ടറി. അത് ഞാൻ അടിയെന്ന് പറഞ്ഞുതരാം. അത് തന്നെയാണ്. അപ്പം ഇൻറ്റേർണൽ കാരോട്ടിഡ് ആർട്ടറി പറഞ്ഞ്, എക്സ്റ്റേർണൽ കാരോട്ടിഡ് ആർട്ടറിൻ്റെ ഒരു ബ്രാഞ്ചാണ് മാക്സിലറി ആർട്ടറി. ഈ മാക്സിലറി ആർട്ടറിൻ്റെ 2 ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് സ്പീനോ പാലറ്റൻ ആർട്ടറി, അടുത്തത് ഗ്രേറ്റർ പാലറ്റൻ ആർട്ടറി. ഈ 2 ആർട്ടറിൻ്റെ ബ്രാഞ്ചസും ഇവിടെ അനസ്തമോസിസ് ചെയ്യും. ഇനി എക്സ്റ്റേർണൽ കാരോട്ടിഡ് ആർട്ടറിൻ്റെ വേറൊരു ബ്രാഞ്ചാണ് ഫേഷ്യൽ ആർട്ടറി. ഈ ഫേഷ്യൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് സുപ്പീരിയർ ലേബിയൽ ആർട്ടറി. സുപ്പീരിയർ ലേബിയൽ ആർട്ടറിൻ്റെ സെപ്റ്റൽ ബ്രാഞ്ച്. ബിക്കോസ് എന്താണ്, സെപ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ലിറ്റിൽസ് ഏരിയ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും, ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര കെയർലെസ് ആയിരിക്കും. ലിറ്റിൽസ് ഏരിയ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ വോൾ ഓഫ് നോസിൻ്റെ അല്ല, നേസൽ സെപ്റ്റത്തിൽ ഉള്ള അനസ്തമോസിസ് ആണ് ലിറ്റിൽസ് ഏരിയ. അങ്ങനത്തെ ഒരു കെയർലെസ് വരുത്തരുത്, അത് ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ 4 ആർട്ടറീസാണ് മെയിനായിട്ടുള്ളത്. ആൻറ്റീരിയർ എത്മോയിഡൽ ആർട്ടറി, പിന്നെ സ്പീനോ പാലറ്റൈൻ ആർട്ടറി, ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി, പിന്നെ എന്താണ് സുപ്പീരിയർ ലേബിയൽ ആർട്ടറി, ഫേഷ്യൽ ആർട്ടറി. അപ്പം ഇൻറ്റേർണൽ കാരോട്ടിഡ് ആർട്ടറി ഉണ്ട്, എക്സ്റ്റേർണൽ കാരോട്ടിഡ് ആർട്ടറി ഉണ്ട്. ഇൻറ്റേർണൽ കാരോട്ടിഡ് ആർട്ടറിൻ്റെ ഒരു ബ്രാഞ്ച് ഒഫ്താൽമിക്കിൻ്റെ 2 ബ്രാഞ്ചസ് ആൻറ്റീരിയർ, പോസ്റ്റീരിയർ അനസ്തമോസിസ് ഇല്ല, ആൻറ്റീരിയർ ആണ് അനസ്തമോസിസിലുള്ളത്. അപ്പോൾ ആൻറ്റീരിയർ എത്മോയിഡൽ ആർട്ടറി. പിന്നെ ഇനിയുള്ളത് നമ്മുടെ എക്സ്റ്റേർണലാണ്. എക്സ്റ്റേർണൽ ഏതൊക്കെ? മാക്സിലറി നമ്മൾ പറയും, ഫേഷ്യലും പറയും. മാക്സിലറിൽ 2 എണ്ണം പറയും, സ്പീനോ പാലറ്റൈനും ഗ്രേറ്റർ പാലറ്റൈനും. ഫേഷ്യൽ എന്ത് പറയും? സുപ്പീരിയർ ലേബിയൽ ആർട്ടറി എന്താണ്? സെപ്റ്റൽ ബ്രാഞ്ചാണ്. ബിക്കോസ് നേസൽ സെപ്റ്റൽ ബ്രാഞ്ച് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ അനസ്തമോസിസ്. ഈ അനസ്തമോസാണ് എന്താണ്? ലിറ്റിൽസ് ഏരിയ. ഓക്കെ, ഇത് ഞാൻ ചുമ്മാ റഫായിട്ട് വരച്ചാണ്, നിങ്ങൾക്ക് വരയ്ക്കുക. ഇതൊരു മൂക്ക്, ഇത് ആൻറ്റീരിയർ എത്മോയിഡൽ ആർട്ടറി, ഇത് സ്പീനോ പാലറ്റൈൻ ആർട്ടറി, ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി, സുപ്പീരിയർ ലേബിയൽ ആർട്ടറി. എല്ലാം കൂടെ അനസ്തമോസിസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലിറ്റിൽസ് ഏരിയ. അത്രയേ ഉള്ളൂ. ബ്ലഡ് സപ്ലൈ ഡിസ്കസ് ചെയ്തു. ഞാൻ എളുപ്പമാണ്. എക്സ്റ്റേർണൽ നോസ് ഉണ്ട്, ഇൻറ്റേർണൽ നോസ് ഉണ്ട്. എക്സ്റ്റേർണലിൽ നമ്മൾ ബോണി പാർട്ട് ഡിസ്കസ് ചെയ്തു, കാർട്ടിലേജിനസ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇൻറ്റേർണൽ നോസിനെ കുറിച്ച് പറഞ്ഞു, വെസ്റ്റിബ്യൂൾ എന്താണെന്ന് പറഞ്ഞു, നേസൽ വാൽവ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് എന്തായി, നമ്മൾ ലാറ്ററൽ വോളിനെ കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ കോൺകേ എന്താണ്, മിയാറ്റസ് എന്താണ്, എന്തൊക്കെയാണ് സൈനസ്, എത്ര സൈനസ് ആണുള്ളത്, ഓരോ സൈനസും എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നേസൽ സെപ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, 3 പാർട്സ് പഠിച്ചു. സെപ്റ്റം പ്രോപ്പറിൻ്റെ ബോൺ ഇത് കാർട്ടിലേജ് എന്ന് പഠിച്ചു. പിന്നെന്താണ്, അതിൻ്റെ ബ്ലഡ് സപ്ലൈ പഠിച്ചു. 4 ആർട്ടറീസ് ഏതൊക്കെയാണ്, അനസ്തമോസിസ് പറഞ്ഞു, ലിറ്റിൽസ് ഏരിയ പറഞ്ഞു. ഇത്രയും ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡിഫിക്കൽട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി.